Hello guys, welcome back to another video. In today's video, I will explain about how to apply for student visa Italy in 2025. 2025-2026 ന്യൂ ചെക്ക് ലിസ്റ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ ഇറ്റലി സ്റ്റുഡൻറ്റ് വിസയ്ക്കായി ആവശ്യമായ ഡോക്യുമെൻറ്റുകളുടെ ചെക്ക് ലിസ്റ്റും എന്തൊക്കെ വേണമെന്ന് നോക്കാം. അതിനോടൊപ്പം കവർ ലെറ്റർ, സ്പോൺസർഷിപ്പ് ലെറ്റർ എങ്ങനെ റെഡിയാക്കാമെന്നും നോക്കാം. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഇറ്റലി സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ടത്? സോ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുൻപ് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇറ്റലി വിസ അപ്ലിക്കേഷൻസ് ആർ ഓൺലി അക്സെപ്റ്റഡ് ത്രൂ VFS ഗ്ലോബൽ സെൻറ്റർ. VFS ഗ്ലോബൽ സെൻറ്ററിലൂടെയാണ് വിസ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. സബ്മിറ്റ് ചെയ്യേണ്ട സെൻറ്റേഴ്സ് കൊച്ചിൻ, പൂനെ, അഹമ്മദാബാദ്, മുംബൈ. ഇറ്റലിയുടെ സെൻറ്റേഴ്സാണ് ഇതെല്ലാം. മുംബൈയിലാണ് എംബസി വരുന്നത്. ചെക്ക് ലിസ്റ്റ്. ഫസ്റ്റ് ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റ് നമ്പർ 1, പാസ്പോർട്ട്. പാസ്പോർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം നോക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റി ഷുഡ് ബി ത്രൂ ഔട്ട് ദ കോഴ്സ് ഡേറ്റ്. കോഴ്സ് കഴിയുന്ന വരെയുള്ള വാലിഡിറ്റി പ്ലസ് 3 മന്ത്സും കൂടി എക്സ്ട്രാ വേണം. ആ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് വേണം നമുക്ക് പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റി നോക്കാനായിട്ട്. നമ്പർ 2, വിസ ആപ്ലിക്കേഷൻ ഫോം. വിസ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫിൽ ചെയ്യാമെന്നൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എല്ലാ ഡോക്യുമെൻറ്റ്സ് റെഡി ആയതിനു ശേഷം ലാസ്റ്റ് ചെയ്യേണ്ടതാണ് വിസ ആപ്ലിക്കേഷൻ ഫോം. Number 3, cover letter and sponsorship letter. Cover letter and sponsorship letter. Cover letter should be 1 page and you should mention these details. First, introduce yourself, name, passport number, admission details, which university, why Italy, future career goals, financial support, accommodation, list of attached documents. ഇതെല്ലാം 1 പേജിൽ തന്നെ നമ്മൾ കൊടുക്കണം. സോ ഈ ഡീറ്റെയിൽസ് ഒക്കെയാണ് കൊടുക്കേണ്ടത്. അതേപോലെ സ്പോൺസർഷിപ്പ് ലെറ്ററിൽ ഡിക്ലറേഷൻ ഓഫ് ആരാണോ ഫണ്ട് തരുന്നത്, സ്പോൺസർ ആരാണോ അവരുടെ ഡിക്ലറേഷൻ, ID പ്രൂഫ് ലൈക്ക് ആധാർ കാർഡ്, കോൺടാക്ട് ഡീറ്റെയിൽസ് ഫോർ വെരിഫിക്കേഷൻ ആൻഡ് സൈൻഡ് ഡോക്യുമെൻ്റ് ആയിരിക്കണം ഈ സ്പോൺസർഷിപ്പ് ലെറ്റർ എന്ന് പറയുന്നത്. കവർ ലെറ്ററും സ്പോൺസർഷിപ്പ് ലെറ്ററും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇഫ് യു വാണ്ട് യു ക്യാൻ കോൺടാക്ട് മീ ഓൺ വാട്സാപ്പ്. 4th is proof of admission. Admission letter, യൂണിവേഴ്സിറ്റി pre-enrollment summary, fee payment receipt ഇതെല്ലാം അതിനോടൊപ്പം സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. 5th വണ്ണാണ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്. എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ, ഡിഗ്രി, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ക്രിപ്റ്റ്, അറ്റസ്റ്റഡ് ആൻഡ് അപ്പോസ്റ്റൽ, സംടൈംസ് DOV, ലീഗലൈസേഷൻ, MEA എല്ലാം വേണ്ടി വരും. പ്രൂഫ് ഓഫ് ഫണ്ട്സ് മിനിമം 6,947 യൂറോസ് പെർ ഇയർ ആണ് ബാങ്ക് ബാലൻസ് ആയിട്ട് കാണിക്കേണ്ടത്. അതുപോലെ തന്നെ ലാസ്റ്റ് 6 മന്ത്സിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെക്കേണ്ടി വരും. സ്പോൺസർ ഉണ്ടെങ്കിൽ സ്പോൺസറിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇൻകം പ്രൂഫ്, ITR, ID പ്രൂഫ് ആൻഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഇതെല്ലാം സ്പോൺസറിൻ്റെ നമ്മൾ അതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. മെഡിക്കൽ ഇൻഷുറൻസ് 30,000 യൂറോസ് കവർ ചെയ്യുന്ന മെഡിക്കൽ ഇൻഷുറൻസ് ആണ് എടുക്കേണ്ടത്. 6 മന്ത്സ് വാലിഡിറ്റി ഉള്ള 30,000 യൂറോസ് കവർ ചെയ്യുന്ന മെഡിക്കൽ ഇൻഷുറൻസ് ആണ് എടുക്കേണ്ടത്. എയർ ടിക്കറ്റ്, റൗണ്ട് ട്രിപ്പ് എയർ റിസർവേഷൻ ആണ് ഇപ്പോൾ നിലവിലുള്ള ചെക്ക് ലിസ്റ്റിൽ എംബസി പറയുന്നത്. റൗണ്ട് ട്രിപ്പ് എയർ റിസർവേഷൻ എന്ന് പറയുന്നത് ഡമ്മി ടിക്കറ്റ് ഒന്നും സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. PNR ബുക്കിംഗ് റെഫറൻസ് വരെ അവർ വെരിഫൈ ചെയ്യും. സോ ഇൻ കേസ് നമുക്ക് ടിക്കറ്റ് ഷോ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു 2,000 യൂറോസ് എക്സ്ട്രാ ഷോ മണി ആയിട്ട് കാണിക്കേണ്ടി വരും ബാങ്ക് അക്കൗണ്ടിൽ. അക്കോമഡേഷൻ, അഡ്വക്കേറ്റ് പ്രൂഫ് ഓഫ് 30 ഡേയ്സിൻ്റെ അക്കോമഡേഷൻ കാണിക്കേണ്ടി വരും. എന്നാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ ഡേറ്റ് ടു 30 ഡേയ്സ് വരെയുള്ള അക്കോമഡേഷൻ്റെ പ്രൂഫ് കാണിക്കേണ്ടി വരും. അറ്റ് ലാസ്റ്റ്, ലാംഗ്വേജ്. ഇതൊരു പുതിയൊരു അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി സർട്ടിഫിക്കറ്റ് B2 ലെവൽ എംബസി ചോദിക്കുന്നുണ്ട്. സോ ഇത് സബ്മിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമാണ്. ചില യൂണിവേഴ്സിറ്റി ഒന്നും നമുക്ക് ഈ ഒരു ലാംഗ്വേജിൻ്റെ ക്വാളിഫിക്കേഷൻ പ്രൊഫഷ്യൻസിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. എങ്കിലും നമ്മൾ എംബസി സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡോക്യുമെൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതെല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ സബ്മിഷന് വേണ്ടി ആദ്യം ചെയ്യേണ്ടത് യു ഷുഡ് ബുക്ക് ആൻ അപ്പോയിൻമെൻറ്റ് അറ്റ് VFS ഗ്ലോബൽ വെബ്സൈറ്റ്. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് VFS ഗ്ലോബൽ വെബ്സൈറ്റ് വഴി അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളത്. ഏതാണോ സെൻറ്റർ നമ്മൾ സെലക്ട് ചെയ്യുക, പൂനെ, മുംബൈ, അഹമ്മദാബാദ്, കൊച്ചി, ഏതാണോ സെൻറ്റർ, ഏതാണോ ഏർലിയസ്റ്റ് ഡേറ്റ് എന്ന് നോക്കി സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. നമ്മുടെ ഡോക്യുമെൻറ്റ്സും നമ്മുടെ ബയോമെട്രിക്കും VFS ത്രൂ സബ്മിറ്റ് ചെയ്യാം. ആഫ്റ്റർ സബ്മിഷൻ യു ക്യാൻ ട്രാക്ക് യുവർ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഓൺലൈനായിട്ട് നമുക്ക് നമ്മുടെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കാൻ സാധിക്കും. പക്ഷേ വിസ റിജക്റ്റ് ആയോ വിസ പ്രോസസ് ആയോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ സാധിക്കില്ല. എന്താണ് ഇപ്പോൾ കറൻറ്റ് സ്റ്റാറ്റസ് എന്ന് അറിയാൻ സാധിക്കും. ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചേഞ്ചസ്.
സോ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഓക്കെ ആയതിനു ശേഷം അപ്ലൈ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ വിസ പ്രോസസ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്, ഫീൽ ഫ്രീ ടു മെസ്സേജ് മീ ഓൺ വാട്സ്ആപ്പ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ ടു ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ